വാങ്ങി ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതിലിപ്പോ ഏറ്റവും എന്താ പറയാ, ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണ് വയറിന്റെ പ്രശ്നങ്ങൾ. അല്ലെ, ഡോക്ടർമാർ ഗുളിക എഴുതുന്ന സമയത്ത് ഒരുപാട് ഗ്യാസിനുള്ള ഗുളികകൾ എഴുതാറുണ്ട്. ഇത് ആദ്യം കഴിച്ചിട്ട് വേണം മറ്റത് കഴിക്കാന്ന് പറയും. അപ്പൊ ഡോക്ടർക്ക് അറിയാം ഇത് കൊടുക്കുന്ന സമയത്ത് വയറിന് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. ദഹനം കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ വയറിനകത്തുള്ള ഒരുപാട് ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു, ആദ്യം ഇങ്ങനെ ഒരു ഗുളിക എഴുതാറുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടു, അല്ലെങ്കിൽ ആരോഗ്യ ബോധവൽക്കരണ അല്ലെങ്കിൽ ആരോഗ്യ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഇതിനൊരു തീരുമാനം എടുക്കുകയും അമിതമായിട്ട് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നതിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഗവൺമെന്റ് ഇതിനെതിരെ കർശന നടപടി എടുക്കാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ആയിട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നിരവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടുണ്ട്. ഇത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നിരവധി രോഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കാനും നല്ലൊരു സമൂഹത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാനും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ ഒരുപാട് വർധനവ് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പത്രത്തിൽ വന്ന വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഗ്രാമപ്രദേശത്ത് 46% ആളുകൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നഗരങ്ങളിൽ ഏകദേശം 53% ഇത് കൂടിയിട്ടുണ്ട്. അപ്പം അത്രയധികം പ്രൊഡക്റ്റുകളുടെ ഉപയോഗത്തില് ഇത് വന്നിട്ടുണ്ട്. ഏകദേശം 2023-24 ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 80-85%, 90-90% ആയിട്ട് ഈ ഒരു സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി പേരുകളിലൊക്കെ തന്നെ ഈ ഒരു ചികിത്സാ സമ്പ്രദായം ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആയുഷ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളൊക്കെ ആയിട്ട്, അതേപോലെ തന്നെ പുനരുജ്ജീവന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശ്രയ എന്ന് പറയുന്ന ഒക്കെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നമ്മുടെ ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങൾ ഗവൺമെന്റ് ജനങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട 3-4 പ്രൊഡക്റ്റുകളാണെന്ന് നമ്മൾ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയാം, നമ്മൾ പുതുതായിട്ട് നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള 4 പ്രൊഡക്റ്റുകൾ. സമയമുണ്ടെങ്കിൽ ബാക്കി പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഒന്ന് ഷെയർ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒന്നാണ് ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ മുരിങ്ങ ക്യാപ്സ്യൂള്, അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് നമ്മുടെ എന്താ പറയാ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ തന്നെ വളരെയധികം അല്ലെ വെല്ലുവിളി, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ, മറ്റാരും ചെയ്യാത്തൊരു കാര്യം ചെയ്തൊരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. അതായത് 6 മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഇറക്കിയ കമ്പനിയാണ്. അപ്പം ആ ഒരു പ്രൊഡക്റ്റും കൂടെ, ആയുർവേദം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഈ 3-4 പ്രൊഡക്റ്റാണ് നമ്മൾ പ്രധാനമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് നമുക്കറിയാം, ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ക്യാപ്സ്യൂള് ചെറിയ 3 ബോട്ടിലായിട്ടാണ് നമ്മുടെ ആന്റാസിഡ് നമ്മുടെ പ്രൊഡക്റ്റിൽ കമ്പനി വെച്ചിട്ടുള്ളത്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അസിഡിറ്റി പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നെഞ്ചരിച്ചിൽ, തലവേദന പോലുള്ള പ്രശ്നങ്ങൾ, ഓക്കാന പ്രശ്നങ്ങൾ, അതായത് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാകുന്ന ഛർദ്ദിക്കാൻ തോന്നുന്ന പ്രശ്നങ്ങൾ, വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കി എടുക്കാനും നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരളാണ്, കരളിൽ ഉത്പാദിപ്പിക്കുന്ന ഒരുപാട് എൻസൈമാണ് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിനെ ദഹിപ്പിക്കാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ആണ് നമുക്ക് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് നമ്മൾ കുറച്ചു മുന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലിവഗെയിൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ലിവഗെയിൻ ഉപയോഗിക്കുന്ന സമയത്ത് കരളിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും.
അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിവഗെയിൻ ശരിക്കും കരളിന്റെ ആരോഗ്യത്തെയും കരളിനെ സംരക്ഷിക്കാനുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു എങ്കിൽ ഇന്ന് നമുക്ക് ഈ ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി അതിന് മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിൽ അമിതമായ ആസിഡ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ആസിഡാണ് ശരിക്കും നമ്മുടെ വയറിനകത്ത് ഉണ്ടാകുന്നത്. അല്ലെ, നമ്മൾ പറയാറുണ്ട് സൾഫ്യൂരിക് ആസിഡിനേക്കാൾ ഗാഢമായിട്ടുള്ള ആസിഡാണ് ശരിക്കും നമ്മുടെ വയറിലുള്ളത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ആസിഡിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ ആസിഡിറ്റി പ്രശ്നം നമുക്ക് വരികയും അത് നമ്മുടെ വയറ്റിൽ പുണ്ണായിട്ട് മാറുകയും അൾസറായിട്ട് മാറുകയും വയറ്റ് പുണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കൃത്യസമയത്തില്ലെങ്കിലും ആ സമയത്ത് ഭക്ഷണം കഴിക്കാനായില്ലെങ്കിലും നമ്മൾ വെള്ളമെങ്കിലും കുടിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഏറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ദഹനക്കേട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വയറിനകത്തുള്ള ഒരുപാട് ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കും. ശരീരത്തിൽ വയറ്റിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതേപോലെ കിടക്കുകയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നമുക്കറിയാം ഭക്ഷണം ദഹിച്ചില്ല എങ്കിൽ ഒരുപാട് അസ്വസ്ഥത നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വായിൽ അലിച്ചിറക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യുക. ഒരു റൗണ്ടിലുള്ള ഒരു ക്യാപ്സ്യൂളാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് അസ്വസ്ഥതകൾ, വയറിന്റെ പെട്ടെന്നുള്ള അസ്വസ്ഥതകൾ മാറ്റാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അസിഡിറ്റി പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ അതുമായിട്ട് ബന്ധപ്പെട്ട വയറുവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് റിലീസായിട്ട് മാറും, നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെർബൽ, വയറുമായിട്ട് ബന്ധപ്പെട്ട ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ഈ വയറ്റിൽ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലവേദന ഉണ്ടാവും. അതേപോലെ തന്നെ ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മലം പിരിക്കുക എന്ന് പറയും, അതേപോലെ തന്നെ ഓക്കാനം വരിക എന്ന് പറയും. അപ്പൊ അത് ചിലപ്പം ചില ആളുകൾ ഛർദ്ദിക്കുന്നതൊക്കെ കാണാം. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്യാപ്സ്യൂളാണ്. അത്യാവശ്യം ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ് നമ്മുടെ ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. നമുക്കറിയാം ഇത് ദീർഘകാലമായിട്ട് വിട്ടുമാറാത്തമായ ആസിഡിറ്റി ആണ് ഉള്ളതെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ വെച്ച് നമുക്ക് കഴിക്കാം. 1 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം മറ്റൊന്ന് കഴിക്കാം. അതായത് ഒരു ദിവസം 2 എണ്ണം കഴിക്കുന്നതുകൊണ്ട് അസിഡിറ്റി പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ 2 ക്യാപ്സ്യൂൾ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തില്ല, പ്രശ്നം വരുന്നില്ല. 1 മണിക്കൂറിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. രാവിലെയും രാത്രി അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. രാവിലെ ഒരു 10 മണിക്ക് നമ്മൾ കഴിച്ചു, അവിടുന്ന് ഒരു 11 മണിക്കും മാറിയിട്ടില്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂളും കൂടെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ടും മാറിയിട്ടില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, നമ്മൾ ഡോക്ടറെ കാണിക്കണം. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ ഈ ഒരു പ്രശ്നം ഉപയോഗിച്ച് മാറിയിട്ടില്ലെങ്കിലും നമ്മളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് അതെന്താന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ 1 ഓ 2 അല്ലെങ്കിൽ 1 ആഴ്ചയോ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചാൽ നമുക്ക് വയറിന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആയി കിട്ടും. അങ്ങനെ ക്ലിയർ ആയി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ. മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ മുരിങ്ങ എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്സ്യൂൾ. അല്ലെ, നമ്മള് പലപ്പോഴും മുരിങ്ങ ഇലകൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കറി വെച്ച് കഴിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ഇന്ന് പല ഭാഗത്തുനിന്നും നഷ്ടപ്പെട്ടു പോകുന്ന, സാധാരണ ഉണ്ടാകാറില്ല. അത് എന്ത് ചെയ്യലുണ്ട്, നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ അതിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ, അതായത് മുരിങ്ങ ഇല കഴിക്കുന്ന ആളുകൾക്ക് അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ഇലക്കറികളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ഒന്നാണ് മുരിങ്ങ എന്ന് പറയുന്നത്. ഇതൊരു വൈറ്റമിൻസിന്റെ കലവറയാണ് ശരിക്കും മുരിങ്ങ എന്ന് പറയുന്നത്. ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. മുരിങ്ങയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മുരിങ്ങയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് നമ്മൾ പറയാറുണ്ട് കാഴ്ചശക്തി വർദ്ധിക്കുന്നതിന് നമുക്ക് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം അല്ലെ, നമ്മുടെ തിമിരം പോലുള്ള പ്രശ്നങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഒരുപാട് ചെറുക്കാൻ ഇലക്കറികളിൽ നിന്ന് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ ചില ബുക്കുകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും.
അപ്പൊ ഇലക്കറികളിൽ നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും കണ്ണിന് തിമിരം പോലുള്ള പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാൻ, അതായത് നേത്രരോഗങ്ങളെ ചെറുക്കാനൊക്കെ സാധിക്കും. അതിൽ തന്നെ ഇലക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുരിങ്ങ എന്ന് പറയുന്നത്. ഇല്ല, നമ്മൾ ഏകദേശം ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും ചേർക്കേണ്ട ഒന്നാണ് ഇലക്കറികളിൽ പ്രധാനമായിട്ടുള്ള മുരിങ്ങ. ഒരു 40 വയസ്സിന് മേലോട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മുരിങ്ങ ഇലയിൽ രക്തസമ്മർദ്ദം കുറയ്ക്കുക, പ്രമേഹം കുറയ്ക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ മുരിങ്ങയുടെ വേര്, തൊലി, ഇല, പൂവ്, കായ എല്ലാം തന്നെ ഔഷധമാണ്. വാതരോഗങ്ങൾ, അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ കുഷ്ഠം പോലുള്ള പ്രശ്നങ്ങൾ, പ്രമേഹം, ഭഗന്ധരം, അതേപോലെ തന്നെ അർശസ്, ഗ്രഹണി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഈ ഒരു മുരിങ്ങ ഉപയോഗിക്കാവുന്നതാണ്. മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും എന്താണ്, വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. അതേപോലെ തന്നെ മൂത്രാശയ കല്ല്, അതിനെ ക്ലിയർ ചെയ്യുന്നതിനും ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതായത് മുരിങ്ങന്റെ വേര് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് അല്ലെ, മുരിങ്ങ കായിൽ നിന്നൊക്കെ, അതേപോലെ തന്നെ മുരിങ്ങ ഇലയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രമേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആമവാദം പോലുള്ള പ്രശ്നങ്ങൾക്ക് മുരിങ്ങയില വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് മുരിങ്ങയില. അതേപോലെ നമുക്ക് ഈ എന്താ പറയാ മുരിങ്ങയുടെ കുരു, മുരിങ്ങക്കായിൽ നിന്നുണ്ടാകുന്ന കുരുവൊക്കെ അതിൽ നിന്ന് എടുക്കുന്ന എണ്ണ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആമവാദത്തിന് റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും ഈ ചെറുക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങ. അതേപോലെ തന്നെ മുരിങ്ങയില ഉപ്പും ചേർത്ത് പുരട്ടിയിട്ട് നമ്മുടെ സന്ധിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ, പുരട്ടിക്കഴിഞ്ഞാൽ നീര് വലിയെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് നമ്മുടെ നാട്ടില്, നമ്മുടെ വീട്ടുപറമ്പിൽ ഉണ്ടാവുന്ന മുരിങ്ങ എന്ന് പറയുന്നത്. നമ്മൾ വളരെയധികം എന്താ പറയാ സിമ്പിളായിട്ട് കാണുന്ന ഒന്നാണ് മുരിങ്ങയില. പക്ഷെ അതും നമ്മുടെ കറികളിലോ നമ്മുടെ ഉപ്പേരിയിലോ തോരനായിട്ടൊന്നും നമ്മൾ അത് ഉപയോഗിക്കാറില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ഉപയോഗിച്ചാലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ പണ്ട് നമ്മുടെ എന്താ പറയാ ഫുഡായിട്ട് അല്ലെങ്കിൽ ഫുഡിന്റെ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കൽ തന്നെയെങ്കിലും നമ്മൾ മുരിങ്ങ ഇല കറി വെച്ച് കഴിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ തോരനാക്കി കഴിക്കാറുണ്ടായിരുന്നു. മുരിങ്ങക്കായ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ മുരിങ്ങക്കായ് വാങ്ങുന്ന കായാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായിട്ട് ഉണ്ടാകുകയായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, കണ്ണിന്റെ കാഴ്ചകൾ പണ്ടത്തെ ആളുകളൊക്കെ എടുത്തു നോക്കിയറിഞ്ഞാൽ ഇലക്കറി കഴിക്കുന്ന ആളുകൾ ഇന്നും ചിലപ്പോൾ കണ്ണട വെക്കാതെ കാണുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ അത്രയധികം റിസൾട്ട് ആ ഒരു മുരിങ്ങാന്റെ ഇതിനെപ്പറ്റി നമുക്ക് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം വരെ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെ, പഴയ ആളുകൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഹെർബ്സിനെ പറ്റി ഇന്നത്തെ പുതിയ ചികിത്സ ഗവേഷകർ പോലും എടുത്ത് പഠിച്ചിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു എമേസിംഗ് പ്രൊഡക്റ്റ് മുരിങ്ങ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർത്ത് കഴിക്കുന്ന ആളുകളുണ്ട്, കുരുമുളക് ചേർത്ത് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് മഞ്ഞപ്പൊടിയും മഞ്ഞളുണ്ട്, എന്താ പറയുക, കുരുമുളകും ഒക്കെ തന്നെ ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗർഭസ്ഥാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് പോലും മുരിങ്ങയില നമ്മൾ കൊടുക്കാറുണ്ട്. ഒരുപാട് പോഷക ഗുണങ്ങൾ കിട്ടും, കുഞ്ഞിനും പോഷക ഗുണങ്ങൾ കിട്ടുന്ന ഒന്നാണ് മുരിങ്ങയില. അപ്പൊ ആ സമയത്ത് അവർക്ക് പോലും നമ്മൾ ഇലക്കറികൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ സി എന്താ പറയാ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കഴിക്കുമ്പോൾ, മഞ്ഞൾ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ മുരിങ്ങയിലയ്ക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ ഇല നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു ഇലക്കറി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാം. അപ്പം നമ്മുടെ കറികളിൽ നമ്മൾ അധികം എന്താ പറയാ ഈ മന്തിയും അതേപോലെ തന്നെ ബർഗർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ്, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ ക്ലിയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊക്കെ തടയാൻ ഈ ഒരു പ്രൊഡക്റ്റിന് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന സെക്ഷലി വീക്കാവുന്ന പ്രശ്നങ്ങളെയൊക്കെ ക്ലിയർ ചെയ്ത് പോകാൻ ഒക്കെ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങ ഇല എന്ന് പറയുന്നത്. അപ്പം കീടനാശിനി തളിക്കാത്ത, അതായത് നമ്മൾ കൃഷി ചെയ്ത് വരാത്ത, അല്ലെങ്കിൽ നമ്മുടെ നാട്ടും പുറത്തുണ്ടാകുന്ന മുരിങ്ങയില ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയതായിരിക്കാം. അതേപോലെ തന്നെ പതിവായി നമ്മൾ ഈ ഒരു സംഭവം സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നമുക്ക്
സാധിക്കും. അതേപോലെ തന്നെ വൈറ്റമിൻ സി ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതിനാൽ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടിയെടുക്കാനാണ്. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ഫൈബർ ഇതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു മുരിങ്ങ ഇല എന്ന് പറയുന്നത്. നമ്മുടെ അതേപോലെ തന്നെ ഏറ്റവും നല്ലൊരു ആന്റിബയോട്ടിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആന്റിബോഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ എ കുറയുമ്പോഴൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പ്രശ്നം വരുന്നത്. അപ്പൊ അതൊന്ന് കൂടുതലായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണുകൾക്ക് തിമിരം ബാധിക്കുന്നത്. അപ്പൊ ഈ ഒരു വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം നമുക്ക് വരുന്നില്ല. ഏകദേശം ഒരു 10-40 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വൈറ്റമിൻസ് നമുക്ക് പോകുന്നുണ്ട്. അപ്പം അതിലൊന്നാണ് വൈറ്റമിൻ എയും ഇയും ഒക്കെ തന്നെ. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ചുളിയുകയും അതേപോലെ തന്നെ നമുക്ക് കണ്ണിനൊക്കെ കാഴ്ചശക്തി കുറയാനൊക്കെ കാരണം. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങളെ നമുക്ക് എന്താ പറയാ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പാലിലും കോഴിമുട്ടയിലുള്ളതിനേക്കാൾ എന്തുണ്ട്, പ്രോട്ടീൻ മുരിങ്ങ ഇലയിലുണ്ട്. അപ്പൊ പ്രോട്ടീന്റെ ഒരു കലവറയും കൂടിയാണ് മുരിങ്ങയില. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് ഇത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, മുരിങ്ങ ഇല നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ബുദ്ധിശക്തി, അതേപോലെ തന്നെ കുട്ടികളുണ്ടാകുന്ന ക്രിമിശല്യം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ശരീരപുഷ്ടിക്കൊക്കെ നമുക്ക് ഈ മുരിങ്ങ ഇല കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ മുരിങ്ങയില നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ചർമ്മരോഗങ്ങൾ. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റിയിട്ട്, ഞാൻ പറഞ്ഞു വൈറ്റമിൻസിന്റെ കലവറയാണ് നമ്മുടെ മുരിങ്ങയില. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളും പ്രശ്നങ്ങളൊക്കെ തന്നെ ക്ലിയർ ചെയ്ത് മാറ്റാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നും കൂടിയാണിത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻസ്, മിനറൽസ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, പ്രോട്ടീൻ ഒക്കെ തന്നെ, അതേപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനൊക്കെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ മുരിങ്ങയുടെ പൂവ് പണ്ട് കാലത്ത് നമ്മൾ അല്ലെങ്കിൽ ഇലകളൊക്കെ തന്നെ പൈൽസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പൈൽസിനൊക്കെ ചെറുക്കാൻ സാധിക്കും എന്നും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ, നീരുമായി ബന്ധപ്പെട്ട ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളെ ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ് മുരിങ്ങയില. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പറയുമ്പോൾ അധികവും നീരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. മറ്റൊന്നും നമ്മൾ പറയാറില്ല. ശരീരത്തിൽ നീരുണ്ടെങ്കിൽ മുരിങ്ങ കൊടുത്തോ എന്ന് പറയും. അപ്പൊ അങ്ങനെ അതിനെ കൃത്യമായ അളവിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്ലെങ്കിൽ മുരിങ്ങയില നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവിനെ അടക്കം കുറയ്ക്കാൻ മുരിങ്ങയിലയ്ക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കരൾ രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങളൊക്കെ ചെറുക്കാൻ സാധിക്കുന്ന ഒന്നും കൂടിയാണ് ഇത്. അതേപോലെ തന്നെ ഇതിനകത്ത് കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ കാൽസ്യം ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്നത് നമ്മുടെ എല്ലുകളുടെ ഉറപ്പിനെയാണ്. അപ്പൊ അതിനും ഇത് ഈ ഒരു മുരിങ്ങ ഇല എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മുരിങ്ങ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് ഒരുപാട് അസുഖങ്ങളെയും ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുപാട് പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്കറിയാം മുരിങ്ങ ഇല നമുക്ക് കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിത്യവും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് പ്രായം ഉള്ള ചെറിയ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ചെങ്കണ്ണ് പോലുള്ള പ്രശ്നങ്ങൾ, മൂക്കിൽ കണ്ണിലെ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പൊ ഇതിനൊക്കെ എന്താ പറയാ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ദന്തരോഗങ്ങൾ വരെ അകറ്റി നിർത്താൻ നമുക്ക് മുരിങ്ങ ഇല കഴിക്കുന്നതോട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മുരിങ്ങയിലെ ഇത്രയധികം ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം ഇതിനകത്ത് പ്രധാനമായിട്ടും മഞ്ഞളുണ്ട്, അതേപോലെ തന്നെ കുരുമുളകുണ്ട്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് അടയുന്നത് തടയുക. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആന്റിബോഡി ഉണ്ട്. അപ്പൊ അത് ശരീരത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആന്റിബോഡികൾ അല്ലെങ്കിൽ റാഡിക്കൽസ് അടയുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കുകയും നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് മുരിങ്ങയില ആർക്ക് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മുതിർന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പം ഇത് ഒരുപാട് ആരോഗ്യത്തെ, നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ മുരിങ്ങ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീര ആരോഗ്യത്തെ ഇത്രയധികം
മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ മുരിങ്ങ ക്യാപ്സ്യൂള്. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എന്താ പറയാ, നമ്മൾ നേരത്തെ ഇതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയ ഒന്നാണ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ 95ഉം അതേപോലെ തന്നെ നമ്മുടെ മോറോ ലൈഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ ഫ്രീ റാഡിക്കൽസ് തടയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ ആരോഗ്യപരമായിട്ട് നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് മുരിങ്ങ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ശരീരത്തിന് സന്ധികളിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാം. അപ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ മുരിങ്ങ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ച്യൂബിൾ ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വൈറ്റമിൻ സി ഞാൻ നേരത്തെ മുരിങ്ങ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്തിനെയാണ്, നമ്മുടെ ശരീരത്തിൽ ജീവികം എന്താ പറയാ, എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ തന്നെ വളരെയധികം ബലം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് അല്ലെ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് ഈ ക്യാപ്സൂളിനകത്ത് സിങ്ക്, അമ്ല, മഞ്ഞൾ ഇതൊക്കെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്യാപ്സ്യൂൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് അല്ലെ നമ്മുടെ ശരീരത്തിൽ ജീവകം സി എന്ന് പറയുന്ന, വൈറ്റമിൻ സി എന്ന് പറയുന്ന നമ്മുടെ അതിവൃക്ക ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അതേപോലെ തന്നെ വൃക്കകള്, കരള്, നമ്മുടെ അണ്ഡാശയം, കണ്ണ് മുതലായ സ്ഥലങ്ങളിലാണ് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നത്. അപ്പൊ നമ്മുടെ അധികമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികളൊക്കെ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് തളർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ശരീരം ഈ ഭാഗങ്ങളിൽ നമ്മുടെ വൈറ്റമിൻ സി എടുത്ത് നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യും, തളർച്ച ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റും. അപ്പൊ നമ്മൾക്ക് പിന്നെ നമ്മൾ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവാറുണ്ട്, തളർച്ച ഉണ്ടാവും, നമ്മുടെ കണ്ണുകൾക്കൊക്കെ ഒരു കുഴിയിലേക്ക് പോയ മാതിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീക്ക്നെസ് ആയിട്ട് നമ്മുടെ ശരീരം മാറാറുണ്ട്. അപ്പം നമ്മുടെ ശരീര കലകളെയാണ് പ്രധാനമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്താ പറയുക ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിലെ എന്താ പറയുക കൊളാജൻ ഉൽപാദനത്തെ സഹായിക്കുന്നു പറഞ്ഞു. കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകളിൽ, ചർമ്മത്തിൽ, പേശികളിലൊക്കെ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. അതിനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ബാധിക്കുക. അതിന്റെ എന്താ പറയുക ഉൽപാദനത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ജീവകം കൂടിയാണ് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കൊളാജന്റെ പ്രവർത്തനത്തെ, അതേപോലെ തന്നെ ഓസ്റ്റിയോയിഡ് പോലുള്ള വസ്തുക്കളെയൊക്കെ ഉൽപാദനത്തെ എന്താ പറയാ ത്വരിതപ്പെടുത്താൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തില് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി നമുക്ക് ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ ബാധിക്കുന്ന ഒന്നാണ് പല്ലുകൾക്ക് അസുഖം ഉണ്ടാകുക. രക്തധമനികൾ പൊട്ടാൻ വരെ കാരണമാകുന്ന ഒരു കാരണമാണ് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ ചില ആളുകൾക്ക് മോളയിൽ നിന്ന് ബ്ലഡ് വരിക, അതേപോലെ തന്നെ സന്ധികൾക്ക് ബലക്കുറവുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള, അതേപോലെ തന്നെ നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ നമ്മൾ സ്കർവി രോഗങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്നതാണ്. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് വൈറ്റമിൻ സി ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇലക്കറിയിൽ നിന്നും മറ്റു പച്ചക്കറിയിൽ നിന്നൊക്കെ ഇത് കിട്ടാറുണ്ട്. എങ്കിലും നമ്മൾ അത് ഇന്ന് എന്താ പറയുക അതിനകത്ത് വളമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അഡീഷണൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് വൈറ്റമിൻ സി നമ്മുടെ ക്യാപ്സ്യൂള്. നമ്മുടെ ക്ഷീണവും തളർച്ചയും അതേപോലെ തന്നെ മറ്റ് അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷി കൂട്ടി എടുക്കുന്ന ഒന്നും കൂടിയാണ്. അതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകളെ ഉണക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനം കൂടെ വൈറ്റമിൻ സി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ അടിഞ്ഞിട്ട് നമ്മുടെ രക്തക്കുഴലുകളൊക്കെ സംരക്ഷിക്കുന്ന ഒരു ജീവകം കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം, അതേപോലെ തന്നെ ഹൃദ്രോഗം, ഇതിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വൈറ്റമിൻ സിക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവുന്ന കണ്ണിന്റെ പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ ഷുഗർ നമ്മളെ ബാധിക്കുന്ന ഒന്നാണ് കണ്ണ്. ആ കണ്ണിനെ തിമിരം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ അതിനെയൊക്കെ തടയാനൊക്കെ വൈറ്റമിൻ സി ഒരു പങ്ക് വഹിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ നമ്മുടെ വൃക്കകളുടെയൊക്കെ നാഡികളൊക്കെ എന്താ പറയാ അതിനൊക്കെ എന്താ പറയാ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിനൊക്കെ മാറ്റിയെടുക്കാൻ വൈറ്റമിൻ സി എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ ലെഡിന്റെ അളവ് കൂടാതിരിക്കാൻ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ വൈറ്റമിൻ സി ആണ്. ശരീരത്തിലേക്ക് ഈ ഇരുമ്പിന്റെ എന്താ പറയാ ആഗിരണം വർദ്ധിപ്പിക്കുകയും തന്മൂലം ആ ഒരു ലെഡിന്റെ പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇത്. അതേപോലെ തന്നെ കുട്ടികള്, ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ പ്രായം ചെന്നവർക്ക് വൈറ്റമിൻ സി ആവശ്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നമ്മൾ അധികം പ്രശ്നങ്ങൾ കാണാറില്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് അല്ലെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ എന്ത് ചെയ്യാണ്, ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് മറ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഇതിനകത്ത് മഞ്ഞളും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് മറ്റ് അസുഖങ്ങൾ, പുറത്തുള്ള അസുഖങ്ങളൊന്നും നമ്മുടെ ശരീരത്തിനെ ബാധിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞു മറ്റൊരു എമേഴ്സിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അല്ലെ. ഇതൊരു എന്താ പറയാ ഒരു വെല്ലുവിളി പോലെ അല്ലെങ്കിൽ മറ്റാരും ചെയ്യാത്തൊരു കാര്യം ഇന്ന് മറ്റൊരു ഡയറ്റ് സെല്ലിംഗ് കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത ഒന്നാണ് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്ന ഈ ഒരു ഡ്രോപ്സ്. കാരണം മറ്റൊരു കമ്പനിയിലും ഇന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇല്ല അല്ലെ. ജനിച്ചു വീണിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പം നമ്മുടെ കമ്പനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടാണ്ട ആളുകളാണ് ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും. അപ്പം മറ്റൊരു പ്രൊഡക്റ്റ് നമുക്കില്ല ഈ രീതിയിൽ എടുത്ത് കാണിക്കാൻ. അതേപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ബോട്ടിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ബാക്കിയുള്ള ഏത് പ്രൊഡക്റ്റിന്റെ ബോട്ടിൽ നമ്മൾ നോക്കിയറിയാം പ്ലാസ്റ്റിക് ബോട്ടിൽ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ടാബ്ലറ്റ് ക്യാൻസർ കവർ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി ഇറക്കിയിട്ടുള്ളത് കുപ്പിയിലാണ്. ഇത് ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം ഇത് എന്താ പറയാ ഗ്ലാസ് ബോട്ടിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അത്രയധികം ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കമ്പനി ഇതുവരെ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പിറന്നിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ കമ്പനി 6 മാസമാണ് പറയുന്നതെങ്കിലും ഒരു 2 മാസം 3 മാസമൊക്കെ പ്രായമുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് കൊടുത്തിട്ട് അല്ലെ, ശിശുക്കൾക്ക് കൊടുത്തിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകൾ, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇത് എന്താ പറയാ കമ്പനി 6 മാസം പറഞ്ഞാലും അതിന് മുമ്പുള്ള കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെപ്പോലുള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രയധികം വിശ്വാസം ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട് ഇല്ല. എല്ലാ ആളുകൾക്കും ഏതൊരു പ്രൊഡക്റ്റും കുട്ടികൾക്ക് കൊടുക്കാനാണ് ബുദ്ധിമുട്ടുണ്ടാവുക. എന്നാൽ ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒന്നാണ് ദഹനക്കേട്. പാല് കുടിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് ദഹിച്ച് പോവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഛർദ്ദിച്ചു പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതേപോലെ തന്നെ അല്ലെ കുട്ടികളിൽ ഉണ്ടാകുന്ന കരളിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കുട്ടികൾക്ക് കരൾ രോഗം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും ഭാവിയിൽ വരാനുള്ള സാധ്യതയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കുന്നതിലൂടെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട റാവൻസീനി എന്ന് പറയുന്ന ഔഷധമുണ്ട്. അതേപോലെ തന്നെ 15ഓളം മറ്റ് തരത്തിലുള്ള ചേരുവകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം കുട്ടികളിൽ ഉണ്ടാവുന്ന ഗ്യാസ്, നമ്മൾ കുട്ടികൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ തോളിലിട്ടിട്ട് പുറത്ത് തട്ടി കൊടുക്കുന്നതാണ് ഗ്യാസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, ആ ഒരു പാല് അല്ലെങ്കിൽ ഭക്ഷണം ഛർദ്ദിച്ചു പോകുന്നത് കാണാം. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ, കുട്ടികൾ ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ പ്രശ്നങ്ങൾ, നമുക്ക് കുട്ടികൾ ചെറിയ കുട്ടികൾ പോയിട്ട് ഒരു ഏകദേശം ഒരു 5-6 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടാവും അല്ലെ. പൊതുവെ കുട്ടികൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും.
അതേപോലെ തന്നെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ദഹിക്കുക, അതായത് ഭക്ഷണം പെട്ടെന്ന് ദഹിച്ചു പോകുക, കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാനും അതേപോലെ തന്നെ അത് ശരീരത്തിൽ പിടിക്കാനും, അതേപോലെ തന്നെ ചില ആരോഗ്യമില്ലാത്ത, അതായത് മെലിഞ്ഞ കുട്ടികൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഒന്ന് തടിച്ചു വരുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണ്. അപ്പം അത് കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ആ ഭക്ഷണം ശരീരത്തിലേക്ക് ദഹിച്ച് ശരീരത്തിന്റെ കലകളിലേക്ക് പോകുമ്പോഴാണ് ശരീരത്തിന് എന്ത് ചെയ്യുന്നുണ്ടാവുന്നത്, ഈ ഭക്ഷണം എഫക്ട് ചെയ്യുന്നത്. മറ്റത് നമ്മൾ ഭക്ഷണം ഒന്നുകിൽ ഛർദ്ദിച്ചു പോകും, അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോകും. അത് നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്ന ഈ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ്. നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഭാവിയിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് അസുഖങ്ങളെ ചെറുക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏതൊരു മറ്റു പ്രൊഡക്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. യാതൊരുവിധ പ്രശ്നങ്ങളും കുട്ടികൾക്ക് വരില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക്, അതായത് മറ്റ് അസുഖങ്ങളുള്ള അല്ല, സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരു കുട്ടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. മറ്റത് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ കുട്ടികളുണ്ടാകുന്ന, ഞാൻ പറഞ്ഞു, വിശപ്പില്ലായ്മ, ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 15-16 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. 6 മാസം എന്നുള്ളത് ഇപ്പൊ 3 മാസം മുതലുള്ള കുട്ടികൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. നമ്മൾ 5 തുള്ളിയാണ് സാധാരണ കുട്ടിക്ക് കൊടുക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് 3 തുള്ളി അല്ലെങ്കിൽ 1 തുള്ളി 2 തുള്ളിയൊക്കെ വെച്ച് ഡയലൂട്ട് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. കുട്ടികൾ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ വളരുന്നുണ്ട്. അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ആക്ടിവിറ്റീസ്, കുട്ടികൾ സാധാരണ കിടന്നുറങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ലൈവായിട്ട് എന്താ പറയാ ഇതാവുന്ന രീതിയിലേക്കൊക്കെ കുട്ടികൾ മാറുന്നതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ച ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പം ഒരു ആക്റ്റീവായിട്ട് കുട്ടികളെ മാറാനും കുട്ടികൾക്ക് ബുദ്ധിയായിട്ടും അതേപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഫിസിക്കലി ഒരു കംഫർട്ട് ആവുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത്. 6 മാസം മുതൽ 24 മാസം ആണ് കുട്ടികൾ, അതായത് ചെറിയ ശിശുക്കൾ എന്ന് പറയുന്നത് നമ്മൾ അതാണ്. അതിനുശേഷമാണ് നമ്മൾ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ചെറിയ ശിശുക്കൾക്ക് 6 മാസം മുതൽ 24 മാസം വരെയുള്ള പ്രായമുള്ള അവർക്ക് നമുക്ക് 5 തുള്ളി മുതൽ 10 തുള്ളി വരെ ദിവസത്തിൽ 2 തവണ കൊടുക്കാവുന്നതാണ്. 5 തുള്ളി ആയിട്ട് 2 തവണ കൊടുത്താലും കുഴപ്പമില്ല. ഇനി അതിന് ഏകദേശം 3, 4 അല്ലെ 5, 6 പ്രായമുള്ളതാണെന്ന് വെച്ചാൽ 2-3 തുള്ളി ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് കൊടുത്തതായിട്ട് നമ്മുടെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നതായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ ഏകദേശം ഒരു 5 വയസ്സ് മേലെ അല്ലെങ്കിൽ ഒരു 2-3 വയസ്സിന് മേലോട്ട് ഏകദേശം ഒരു 12 വയസ്സ് വരെ അല്ലെങ്കിൽ 15-16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. 10 മുതൽ 20 തുള്ളി വരെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് ആവശ്യമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. അപ്പം ഇത് നമ്മൾ എടുത്ത് കഴിച്ചാൽ നമ്മളൊക്കെ കഴിച്ചാൽ അത് വിടൂല. നല്ല ആ രീതിയിലുള്ള ഒരു മധുരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മധുരവും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാനും കുട്ടികളുടെ ഒന്നില്ലായ്മ ആക്റ്റീവ് ആക്കി എടുക്കാനും ഒക്കെ തന്നെ നമുക്ക് സഹായിക്കുന്ന ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും 6 മണി 6:50 കഴിഞ്ഞു അല്ലേ? ഓക്കെ, ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ